ഹലോ ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെ അയിത്തും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ പരിപാടിക്കൊന്നും അയിത്തൂനെ ഞാൻ ഇതുവരെ കൊണ്ടുപോകാത്തത് കൊണ്ട് എന്താകുമോ എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. വണ്ടി കയറി ഇവളെ കണ്ടപ്പോഴേക്കും അയിത്തു ആൾ സെറ്റായിട്ടാണ്. പിന്നെ നമുക്ക് ഈവനിങ് ആയിരുന്നു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോൾ കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ നാൾക്ക് ശേഷം എല്ലാവരെയും കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ പറഞ്ഞാൽ അയിത്തൂൻ്റെ കാര്യത്തിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മോൾക്ക് ഇപ്പോൾ 10 മാസമായെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഫംഗ്ഷൻസിനൊന്നും അവളധികം കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ അവൾ എങ്ങനെയായിരിക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവൾ എന്നെ എത്തിച്ചു ഗൈസ്. അയിത്ത് കുഞ്ഞ് അവിടെ എത്തിയതും എല്ലാവരോടും നല്ല അടിപൊളി മൈൻഡായിരുന്നു. അവൾക്ക് അങ്ങനെ വാശി, ദേഷ്യം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചു. പിന്നെ ചോറും ഉണ്ടായിരുന്നു. ചോറ് കഴിക്കേണ്ടവർക്ക് ചോറ് കഴിക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറെ പാനിപൂരി, വാട്ടർമെലൺ അങ്ങനത്തെ ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കഴിച്ചു. നല്ല അടിപൊളി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. ചെക്കനും പെണ്ണും ദാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെണ്ടയൊക്കെ കൊട്ടിയിട്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ എല്ലാവരെയും കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.